ഈ കുഞ്ഞുങ്ങളെ രണ്ടിനെയും ഒന്ന് രക്ഷിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ദൈവത്തോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൊച്ചുകൂരയിൽ 25-കാരിയായ മകൾ നീന്തി നടക്കുന്നു. 51-കാരനായ മകനാകട്ടെ മുട്ടിലിഴഞ്ഞാണ് നീങ്ങുന്നത്. ഇതിന് നടുവിൽ മാതൃസ്നേഹം തേങ്ങുകയാണ്. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം മൂക്കുതല മാക്കാലിയിലാണ് ഹൃദയവേദന നിറഞ്ഞ ഈ ഒരു കാഴ്ച. 80-കാരിയായ മാതാവിന് കണ്ണീർ തീർന്ന ദിനങ്ങളില്ല. മാക്കാലി വെട്ടശ്ശേരിപ്പറമ്പിൽ ദേവകിയാണ് 2 മക്കളുടെ ദുർവിധിയിൽ മനമുരുകി കഴിഞ്ഞുകൂടുന്നത്. എൻ്റെ മക്കൾ രണ്ടും ഇങ്ങനെയായി. ഞാൻ നന്ദന കുഞ്ഞ് നല്ലോണം നീന്തിക്കൊണ്ടും പോയിക്കൊണ്ടും ഒക്കെ ഇരുന്ന് തന്നെ കസേരയ്ക്ക് ചേർക്കൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് കിടത്തി അവിടെ 4 കൊല്ലം അവിടെ കിടന്നു. അത് അവൾ അച്ഛൻ തീരെ വയ്യാത്ത ആളായിരുന്നു. മുട്ടുംകാവിൽ മല നടന്നുകൊണ്ടിരുന്ന ചെറുപ്പത്തിലെ തന്നെ ജനനത്തിലുള്ളതാണ്. എന്നാലും അവൻ എല്ലാ പണിയെടുക്കുമായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു, പെൻഷൻ അടിയായിരുന്നു, ലോട്ടറി വിൽക്കുമായിരുന്നു. എല്ലാ പണിയെടുത്തോണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് പ്രഷർ വന്ന് വീഴ്ചയിലായി അവനങ്ങനെയായി. പിന്നെ ഇപ്പം എനിക്ക് 70-78 വയസ്സും കഴിഞ്ഞു. ഞാനാണ് രണ്ടിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജന്മന 2 കാലുകൾക്കും ശേഷിയില്ലാത്ത മകൻ 51-കാരനായ മനോജ് കുമാർ വിധിയെ തോൽപ്പിച്ച് ഓട്ടോറിക്ഷയും ലോട്ടറി വിൽപ്പനയും കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് പക്ഷാഘാതം വേട്ടയാടിയത്. അതോടെ പുറത്തു പോകാൻ കഴിയാതെ ഒരേ കിടപ്പിലായി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മുട്ടിലിഴയണം. മുന്നേ വണ്ടി ഓടിച്ചായിരുന്നു ഞാൻ. വ്യാഴാഴ്ചയായിട്ട് എനിക്ക് പ്രഷർ അടിച്ചു. പറയാൻ പറ്റില്ല, എന്താ അറിയില്ല. അങ്ങനെ ഒരു 20 കൊല്ലം മുന്നേ പ്രഷർ അടിച്ചിരുന്നു. അങ്ങനെ ഒരു 5 കൊല്ലം ഞാൻ ഗുളിക തുടർച്ചയായിട്ട് കഴിച്ചു. അതിൽ പ്രസാദമൊക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അന്ന് ആയുർവേദ മരുന്നൊക്കെ മര്യാദയ്ക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇപ്പം ആയുർവേദമൊന്നുമില്ല. ഇപ്പം വേറെ ഇംഗ്ലീഷ് മരുന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അതാവും തോന്നുന്നുണ്ട്. +2 വരെ പഠിച്ച മകൾ നന്ദന നിലത്ത് നീന്തിയാണ് നീങ്ങുന്നത്. 25-കാരിയായ നന്ദന പൂർണ്ണമായും തളർന്നിരിക്കുന്നു. വീൽചെയർ പോലും ഉരുട്ടിക്കൊണ്ടുവരാൻ കഴിയാത്ത വഴിയായതിനാൽ ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര അടഞ്ഞിരിക്കുകയാണ്. സ്കൂളിലേക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ അനൂപാണ് നന്ദനയെ തോളിലേറ്റി കൊണ്ടുപോയിരുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും 80-കാരിയായ മാതാവിന്റെ സഹായം വേണം. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വസ്ത്രങ്ങൾ അലക്കുന്നതും എല്ലാം മാതാവ് തന്നെ. നാട്ടുകാരുടെ എല്ലാത്തരം സഹായങ്ങളുണ്ടെങ്കിലും ഈ കൂരയ്ക്കകത്ത് കണ്ണീരിന് അറുതിയില്ല. 2 മക്കളുടെ അവസ്ഥ കണ്ട് മാതാവ് വിങ്ങിപ്പൊട്ടുകയാണ്. ദേവകിയുടെ അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടു. ഇപ്പോഴാകട്ടെ ഉള്ള ബന്ധുക്കൾ കർണാടകയിലുമാണ്. നിലത്ത് നീന്തുന്ന നന്ദനയ്ക്ക് നേരം പോക്കായിരുന്നത് TV ആയിരുന്നു. ഇതാകട്ടെ പലവട്ടം കേടുവന്നും ശരിയാക്കി. ഇപ്പോൾ കേടുവന്ന് കിടക്കുന്ന TV ഇനി ശരിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. 3 സെന്റ് സ്ഥലത്ത് കൊച്ചുകൂരയിൽ ഈ മാതാവ് പുലർച്ചെ എഴുന്നേറ്റ് 2 മക്കളെയും പരിചരിക്കുകയാണ്. ഒരു ദിനം മാതാവ് ഒന്ന് കിടന്നാൽ മക്കളുടെ അവസ്ഥയോർത്ത് അയൽക്കാരും നാട്ടുകാരും ആശങ്കയിലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. പക്ഷേ ഇത് ഈ നമ്മുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിതി നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലാതെ ഈ ഇതിൽ സാംസ്കാരിക സംഘടന ഭാഗത്തുനിന്നോ ഉണ്ടാവുകയെന്ന് വെച്ചാൽ വളരെ നല്ലൊരു കാര്യമാവും. അതിന് വേണ്ടിയിട്ട് ഈ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും കരുണയുള്ള സന്നദ്ധ സംഘടനകളും സർക്കാരോ ഇവരെ ഏറ്റെടുത്ത് സുരക്ഷിതമായ സങ്കേതത്തിൽ എത്തിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടിലെ സന്നദ്ധ സംഘടനകളായ യൂത്ത്ഫുൾ ചാരിറ്റബിൾ സൊസൈറ്റി, നന്മ എന്നിവരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും തണലിലാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്.